നമസ്കാരം. ചടയമംഗലം ഗവൺമെൻറ് UPS ഇന്ന് വളരെ സന്തോഷത്തിലാണ്. സമാനതകളില്ലാത്ത ഒരു വിജയമാണ് ഞങ്ങളുടെ മക്കൾ കഴിഞ്ഞ കലോത്സവത്തിൽ സമ്മാനിച്ചത്. ചടയമംഗലം സബ് ജില്ലയിലും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലുമുള്ള ആകെ 57 വിദ്യാലയങ്ങൾ ഈ സബ് ജില്ലയിലുണ്ട്. 57 വിദ്യാലയങ്ങളെയും പിന്നിലാക്കി ചരിത്ര വിജയം ഞങ്ങൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. LP അറബിക് ഓവറോൾ ഫസ്റ്റ്, UP അറബിക് ഓവറോൾ ഫസ്റ്റ്, UP സംസ്കൃതം ഓവറോൾ ഫസ്റ്റ്, LP ജനറൽ ഓവറോൾ തേർഡ്, UP ജനറൽ ഓവറോൾ 4ാം സ്ഥാനം. കൂടാതെ LP വിഭാഗത്തിലും UP വിഭാഗത്തിലും ബെസ്റ്റ് സ്കൂൾ എന്ന ബഹുമതിയും, അറബിക്കിൻ്റെ വിഭാഗത്തിലും ബെസ്റ്റ് സ്കൂൾ എന്ന ബഹുമതിയും ഞങ്ങൾ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം നടന്ന ശാസ്ത്രമേളയിലും 5 ഓവറോളുകൾ നേടി ഏറ്റവും മികച്ച സ്കൂളായി മാറിയതിൻ്റെ അഭിമാന മുഹൂർത്തത്തിൽ നിൽക്കുമ്പോഴാണ് മറ്റൊരു വിജയം കൂടി നമ്മുടെ ഈ വിദ്യാലയത്തെ തേടിയെത്തിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി ഇത് രേഖപ്പെടുത്തുകയാണ്. ഇതിന് പിന്നിൽ ഇവിടുത്തെ എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരുടെ നിസ്സീമമായ ശ്രമം, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട PTA അംഗങ്ങളുടെ ശ്രമം, SMCയുടെ ശ്രമം, മാതൃസമിതിയുടെ ശ്രമം, എല്ലാവരുടെയും അതിലെല്ലാം ഉപരി ഞങ്ങളുടെ മക്കളുടെ വിജയമാണിത്. എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും എന്ന് വേണ്ട ഈ സ്കൂളിനെ സ്നേഹിക്കുന്ന 118 വർഷം പഴക്കമുള്ള വിദ്യാലയ മുത്തശ്ശിയെ സ്നേഹിക്കുന്ന സമസ്ത വിഭാഗം ജനങ്ങളും ഈ സ്കൂളിനോടൊപ്പമുണ്ട്. അതാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യവും. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച വിദ്യാലയത്തിനുള്ള അക്കാദമിക മികവിനുള്ള അവാർഡും പൈതൃകം എന്ന പ്രവർത്തനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുകയുണ്ടായി. സംസ്ഥാന തലത്തിലേക്ക് ഏതാണ്ട് കൊല്ലം ജില്ലയിലെ 1000-ഓളം വരുന്ന സ്കൂളുകളെ പിന്നിലാക്കി സംസ്ഥാന തലത്തിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ, മികവ് അവതരിപ്പിക്കാൻ കൊല്ലം ജില്ലയുടെ പ്രതിനിധികളായിട്ട് പോകുന്നതും ചടയമംഗലം ഗവൺമെൻറ് UPS ആണെന്ന് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. നാളിതുവരെ നൽകിയ ഈ സ്കൂളിനോട് കാണിച്ച സ്നേഹം, ഈ നാട്ടുകാരും രക്ഷിതാക്കളും കാണിച്ച സ്നേഹമാണ് ഞങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനം. പൊതുവിദ്യാലയങ്ങൾ നാടിൻ്റെ നന്മയാണ്, നാടിൻ്റെ സ്വത്താണ്. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. കഴിഞ്ഞ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ സ്കൂളിൽ വിദ്യാർത്ഥികളുടെ എണ്ണം കൂടുകയാണ്. ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാകണം. അതിനെല്ലാവരുടെയും സ്നേഹവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ ഉണ്ടാകണം. ഈ വർഷവും ഞങ്ങൾ വേറിട്ട പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോവുകയാണ്. അടുത്ത മാസത്തോടു കൂടി ഞങ്ങൾ ഈ വർഷം ഏറ്റെടുക്കുന്ന തനത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൂടി ആരംഭിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ പിന്നാലെ ഞങ്ങൾ വിശദീകരിക്കുന്നതാണ്. അതിലും എല്ലാവരുടെയും സജീവമായ സാന്നിധ്യം ഉണ്ടാകണം. പൈതൃകം പോലെ വേറിട്ട പ്രവർത്തനങ്ങളുമായി ഇനിയും ഞങ്ങൾ മുന്നോട്ട് വരും. ഇത് ഈ നാടിൻ്റെ സ്വത്താണ് നമ്മുടെ സ്കൂള്, നാടിൻ്റെ പൈതൃകമാണ് ഈ വിദ്യാലയം. അതിനെല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കുട്ടികൾ നേടിയെടുത്ത, ഞങ്ങളുടെ മക്കൾ നേടിയെടുത്ത വിജയം ഈ നാടിനായി ഞങ്ങൾ സ്നേഹപൂർവ്വം സവിനയം സമർപ്പിക്കുന്നു. നമസ്കാരം.